Boing, co-powered by Damro Furniture. ഹലോ നമസ്കാരം, ഗുഡ് ഈവനിങ്, സ്വാഗതം, വണക്കം. ലോകമെമ്പാടുമുള്ള സി കേരളത്തിന്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. This is Boing, co-powered by Damro Furniture. ഇന്ത്യയിലെ ഏറ്റവും വലിയ മത്സരം നടക്കുന്ന ദിവസം, ഇന്ത്യയുടെ ഭരണചക്രം എങ്ങോട്ട് തിരിയണമെന്ന് തീരുമാനിക്കപ്പെടുന്ന കേരളത്തിലെ ആ ഒരു ദിവസം, ആ ഒരു ദിവസത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. വോട്ടിംഗ് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ വോട്ടിന് പോയ സമയത്ത് ആൾക്കാർക്ക് ഒരു വാക്കേ പറയാനുള്ളൂ, ബോയിങ്. അപ്പൊ ഇന്നത്തെ മത്സരത്തില് ഇവിടെ നമുക്ക് വോട്ടിങ്ങും കാര്യങ്ങളൊന്നുമല്ല, ഇവിടെ പോരാട്ടം തന്നെയാണ്. പോരാട്ടമാണ് ഇവിടെ വിധി നിർണ്ണയിക്കുന്നത്, വിജയികളെ തീരുമാനിക്കുന്നത്. അതിനായിട്ട് നമ്മുടെ ചുടക്കുട്ടികൾ കരുത്തുകളാണ് ഇന്നും പതിവ് പോലെ വന്നിരിക്കുന്നത്. രസകരമായിട്ടുള്ള മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സ്ത്രീയുടെ ശക്തികൾ. യെസ്, ഇൻവൈറ്റിംഗ് ടീം എ ആൻഡ് ടീം ബി. ടീം എയിൽ നമുക്ക് ടീം എയിൽ ആദ്യം പരിചയപ്പെടാം. മലയാള സീരിയൽ അത്യാവശ്യം നല്ല ക്യാരക്ടേഴ്സ് ചെയ്ത് അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നോൺ ഫേസ് ആണ് ജിസ്മി. ജിസ്മി പറയൂ, ബോയിങ് കാണാറുണ്ടോ? പിന്നെ കാണാറുണ്ട്. നമ്മുടെ ചാനലിലാണോ കാണുന്നത്, C5 ആപ്പിലാണോ കാണുന്നത്? ഇല്ല, ചാനലിലാണ് കാണുന്നത്. എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. എന്താണ് മത്സരത്തിൽ വരുമ്പോൾ അതിന്റെ ഒരു സങ്കല്പം? ത്രില്ലാണ്. ജയിക്കത്തില്ലേ? പിന്നെ ഇനി നമുക്ക് പരിചയപ്പെടാം ലക്ഷ്മി പ്രിയ. ഇപ്പോഴും ബാലതാരമാണോ? കാണുമ്പോ ഒരു ബാലതാരത്തിന്റെ ലുക്കൊക്കെ ഉണ്ട്. ബാലതാരം അല്ല, ഇപ്പൊ യുവതാരമാണ്. അഭിനയം അല്ലാതെ വേറെന്താ പരിപാടി ഉള്ളത്? ഞാനിപ്പോ BSc സൈക്കോളജി പഠിക്കുകയാണ്. സൈക്കോളജി ഹിപ്നോട്ടൈസ് ചെയ്യട്ടെ. ചെയ്യൂ. സ്ഥിരമായി ലൈവ് പോവാറുണ്ട്. സൂരജ് ലൈവ് പോകുന്നത് അറിയാത്ത ഈ മലയാളികളില്ല. നല്ല കള്ളത്തരമുള്ള ഒരാളാണ്. ഇവനൊരു കള്ളനാണെന്ന് പറഞ്ഞാ പോരെ? എന്റെ നാട്ടിൽ എന്നെ വിളിക്കാറുള്ളത് മിസ്റ്റർ നിഷ്കളങ്കൻ എന്നാണ്. ഇവിടെ ശരിയില്ല, ഇവിടെ ഫുൾ നെഗറ്റീവ് അടിക്കുന്നു. അടുത്ത ആളിലേക്ക് പോയി. അടുത്ത് നമുക്ക് പരിചയപ്പെടാം, മോഡലാണ്, അതുപോലെ തന്നെ അഭിനയത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് സിന്ധു. സിന്ധു, ആ പേരൊക്കെ ഒരുപാട് കാലം മുമ്പ് കേട്ടത്. എത്ര വയസ്സായി? എനിക്ക് അത്ര വയസ്സൊന്നും ആയിട്ടില്ല. പക്ഷെ പെണ്ണുങ്ങളോട് ഏജ് ചോദിക്കാൻ പാടില്ല. എന്തായാലും ഒരു 35 വയസ്സിന് മുകളിലുണ്ട്. കാരണം അത്രയും ഏജുള്ള ആൾക്കാർക്കാണ് ആ പേര് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നെ ഇത്രയും പ്രായം പറയുന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങളെ കാണാൻ ഒരു എനിക്ക് 50 ഡൺ. സിന്ധു സിംഗിൾ ആണോ? സിംഗിൾ ആണ്. റെഡി ടു മിംഗിൾ? നോ. സിന്ധുവിന് അങ്ങനെ മിംഗിൾ ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ നമുക്ക് മിംഗിൾ ചെയ്യാൻ താല്പര്യമുള്ള കുറച്ച് കുട്ടികൾ ടീം ബിയിൽ ഉണ്ടെന്ന് തോന്നുന്നു, പരിചയപ്പെടാം. അവര് പക്ഷെ എന്നോട് മാത്രമേ മിംഗിൾ ചെയ്യുള്ളൂ. നീ അത് കണ്ടിട്ട് അത് കണ്ടിട്ട് വാല് വെക്കണ്ട. ഓക്കെ, ശരി. വെൽബെറ്റിന്റെ കോട്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയേക്കോ. നീ വെൽബെറ്റ് അല്ല. അതെ, നിന്റെ ഈ സ്വഭാവം മനസ്സിലായിരുന്നുണ്ട് എനിക്ക് കൃത്യമായിട്ട്. ഓക്കെ. ഒന്നാമതിരിക്കുന്ന ആ കുട്ടിക്ക് ചെറിയൊരു പേടി ആ കുട്ടിയുടെ മുഖത്തുണ്ടെങ്കിലും കുട്ടി കളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞ പാട്ടക്കുതിരയാണ്. ആ കുട്ടിയുടെ പേരിലൊരു ശ്രീ ഉണ്ട്, മനുശ്രീ. നമ്മുടെ നാട്ടിലൊക്കെ ഈ പൂവാലന്മാർക്കുള്ള പേരാണ് മനു എന്നുള്ളത്. അപ്പൊ അതിന്റെ കൂടെ ഒരു ശ്രീ കൂടി ചേർത്തപ്പോ ആ ഒരു സ്വഭാവമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സൂര്യ, നമ്മുടെ ടീമിൽ ഒരാൾ നിന്റെ മനഃശാസ്ത്രം എല്ലാം പറഞ്ഞു. നിന്റെ ടീമിൽ ഒരാളെ പറ്റിയുള്ള മനഃശാസ്ത്രം ഞാൻ പറയട്ടെ. ഈ കുട്ടിയെ കണ്ടിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കരാട്ടെ അറിയാം അല്ലേ? അറിയാം. പാട്ടിനെ ഭയങ്കര പേടിയാണ്. ശരിക്കും ഇത് പറയുമ്പോ തന്നെ കാറ്റ് മാത്രമേ വരുന്നുള്ളൂ. അതെന്താ? അത് ചെറിയ പേടി. ഇനി ഞാനൊരു മനഃശാസ്ത്രം പറയാം. അതായത് നിന്റെ മനഃശാസ്ത്രം. ആ കുട്ടിയുടെ ബയോഡേറ്റ നീ ഇന്നലെ വായിച്ചിട്ടില്ലേ? നീ വായിച്ചിട്ടില്ലേ? ഞാൻ എങ്ങനെ വായിക്കുന്നത്? അല്ലാതെ ഇത് വളരെ കൃത്യമായിട്ട് നീ പറയുന്നുണ്ടോ? അടുത്ത നമുക്ക് പരിചയപ്പെടാം. അടുത്ത കുട്ടി ഭയങ്കര സ്മാർട്ട് ആണല്ലോ അളിയ. രേഷ്മ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ മോഡലിംഗ് ആണ്. ഇപ്പൊ മോഡലിംഗ് ആണോ? ഇപ്പൊ മോഡലിംഗ് ആണ്. മുന്നേ പ്രൊഫഷൻ ഐ ആം എ ഡയമണ്ട് ഗ്രേഡർ. ക്വാളിറ്റി ചെക്ക് അങ്ങനെ വജ്രങ്ങളൊക്കെ കയ്യിലിട്ട് അമ്മാനമാടുന്ന ആളാണ്. ഒരു 4-5 അടുത്ത് കീശയിലിട്ട് കൊണ്ടുവന്നുകൂടായിരുന്നോ? അങ്ങനെയാണ് ഞാനിപ്പോ ഷോയ്ക്ക് വരില്ലല്ലോ, കളിച്ചോണ്ടിരിക്കല്ലേ. അല്ല, ഈ വജ്രങ്ങൾ നോക്കുമ്പോ അതിന്റെ പ്യൂരിറ്റി ഒക്കെ എങ്ങനെ മനസ്സിലാവും? അതിന് മെഷീൻ വെച്ചിട്ടാണോ? പല വഴിയുണ്ട്. ലൂപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, പിന്നെ മൈക്രോസ്കോപ്പ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ലാബിൽ കൊണ്ടുചെല്ലാം. ഈ വജ്രഖനികളിൽ നിന്നൊക്കെ കൊത്തിയെടുക്കുന്ന വജ്രത്തിന്റെ പീസുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് ഇത്ര ക്യാരക്ടറുള്ള അല്ലെങ്കിൽ ഇത്ര ക്വാളിറ്റിയുള്ള സംഭവം. അത് അൺകട്ട് ആൻഡ് പോളിഷ്ഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള വജ്രം ഒരുപാട് കണ്ടു കളിച്ചിട്ടുള്ള ആളാണ്. കയ്യിൽ വജ്രത്തിന്റെ ശേഖരം ഉണ്ടോ? ഇല്ല, ബട്ട് വാങ്ങിച്ച ആഭരണങ്ങളിലുള്ള അതൊക്കെ ഉണ്ട്. ശരിക്കും നിങ്ങളെയാണ് മറ്റേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അളവെടുക്കുന്ന സമയത്ത് കൊണ്ടുപോകേണ്ട ആൾക്കാരല്ലേ? അത്രയ്ക്ക് എക്സ്പീരിയൻസ് ആയിട്ടില്ല. അടുത്ത ആള്, തൊട്ടപ്പുറത്തുള്ള ആളെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബസിന്റെ ഒക്കെ പേരാണ് നിമ്മി. നിമ്മി പറഞ്ഞു കൊടുത്ത. നിമ്മി എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഇവന്റ്സ് ആണ് ചെയ്യുന്നത്. പഠിച്ചത് ബ്യൂട്ടീഷ്യൻ ആണ്. അപ്പൊ ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിരിക്കുകയാണ്. എന്ത് ഇവന്റാ ചെയ്യുന്നേ?
വെഡിങ്. വെഡിങ് കല്യാണം കഴിക്കുന്നതാണോ അല്ല കഴിപ്പിക്കുന്നതാണോ? ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർക്ക് പെണ്ണിനെയും ചെറുക്കനെ കണ്ടുപിടിച്ച് കൊടുക്കുന്ന പരിപാടിയുണ്ടോ? ഏയ് അതില്ല. പെണ്ണിനെ ചെറുക്കനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അറേഞ്ച് ചെയ്യുന്ന പരിപാടിയാണ്. അതാണ്. ഓക്കെ, അപ്പോ മനസ്സിലായല്ലോ, ഈ കുട്ടികൾ അത്യാവശ്യം പുലികളാണ്. മത്സരവും അതിനേക്കാൾ വലിയ ഗംഭീരമായിട്ടുള്ള മത്സരമാണ് വരാൻ പോകുന്നത്. നമ്മുടെ ആദ്യത്തെ മത്സരം Yes, that is സവാരി ഗിരിഗിരി. സവാരി ഗിരിഗിരി മത്സരത്തിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമുക്ക് പരിചയപ്പെടേണ്ട കുറച്ച് ആൾക്കാർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ബാഹുബലി ബോയ്സ്. വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ബാഹുബലിയുടെ ശിഷ്യന്മാർ. Here we go. സവാരി ഗിരിയുടെ കുറച്ച് റൂൾസും ആചാരങ്ങളുണ്ട്, അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. സവാരി ഗിരിയിൽ നിങ്ങൾ കാണുന്ന ഈ പാത്ത് വേ, ഇവിടെ കൂടെ 2 ബക്കറ്റ് വെള്ളവുമായിട്ടാണ് മുന്നേ പോകേണ്ടത്. നിങ്ങളുടെ മുന്നിൽ 2 ബക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിലുള്ളത് ടീം എയുടേത്, ലെഫ്റ്റ് സൈഡിലുള്ളത് ടീം ബിയുടേത്. അപ്പോൾ ആ ബക്കറ്റിൽ നിങ്ങൾ ഇവിടെ നിന്നുള്ള വെള്ളം എടുത്തിച്ചിട്ട് നടക്കുക എന്നുള്ളതാണ്. 12 ബക്കറ്റ് വെള്ളം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. ഏറ്റവും കൂടുതൽ ബക്കറ്റ് നിറച്ചിട്ടുള്ളത് ടീം ഏതോ അവർക്ക് 300 പോയിന്റ് കിട്ടും. ഓപ്പോസിറ്റ് ടീമിന് 0 പോയിന്റ് ആയിരിക്കും ലഭിക്കുക. പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കയ്യിൽ ബക്കറ്റും വെള്ളമായിട്ട് പോകുമ്പോൾ കയ്യിൽ നിന്ന് ബക്കറ്റും വെള്ളം പോയി കഴിഞ്ഞാൽ അവിടെ ഇറങ്ങിയിട്ട് തിരിച്ച് ആ പൊസിഷനിൽ വന്ന് ഫിനിഷ് ചെയ്തിട്ട് വേണം തിരിച്ചു വരാൻ. എങ്കിൽ മാത്രമേ ടീമിലുള്ള അടുത്ത ആളിന് പങ്കെടുക്കാൻ സാധിക്കുള്ളൂ. സവാരി ഗിരി മത്സരത്തിൽ ആദ്യം മത്സരിക്കാൻ പോകുന്നത് ടീം എ ആണ്. ടീം എയുടെ ചുണക്കുട്ടികൾക്ക് ഇങ്ങോട്ട് പൊസിഷനിലേക്ക് വരാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ടത് ബാഹുബലി ബോയ്സിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. അവർ ഹാപ്പി ആണെങ്കിൽ നിങ്ങളുടെ ടാസ്ക് ഈസി ആയിരിക്കും. സാധാരണ അത് നിങ്ങൾ ചൂസ് ചെയ്യണം. നിങ്ങൾക്ക് തീരുമാനിക്കാം അവരെങ്ങനെ ഹാപ്പി ആക്കാൻ പറ്റുന്നത്. ബാഹുബലി ബോയ്സ് നിങ്ങൾ ഇക്ലിടാൻ വേണ്ടിട്ട് കുറച്ച് പേരുടെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾ ബാഹുബലി ബോയ്സിനെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് ഫോഴ്സ് ചെയ്യുന്നത് കുറച്ച് കുറയ്ക്കും. ഒരു കാര്യം ചെയ്യാം, അവർക്ക് നിങ്ങളുടെ ഇക്ലിയിൽ താല്പര്യം ഉണ്ടോ നോക്കാം. നിങ്ങൾ ഇക്ലിടുന്നല്ലേ പറഞ്ഞത്, അത് അവർക്ക് താല്പര്യം ഉണ്ടോ ചോദിക്കാം. ബാഹുബലി ബോയ്സ് ഇവർ ഇക്ലിഡ് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ? അവർക്ക് താല്പര്യമില്ല. നിങ്ങൾ കുറച്ചുപേരെ കറങ്ങി കേട്ടോ, എവിടെ കറങ്ങി? അവിടെ ഇതിനകത്ത് ഞങ്ങൾക്ക് അറിയില്ല എത്ര ബാഹുബലി ബോയ്സ് ഉണ്ടെന്ന്. ഇനി ഞങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾ ഇവരുടെ ഡാൻസ് കാണാൻ താല്പര്യമുണ്ടോ ബാഹുബലി ബോയ്സ്? കണ്ടോ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ. എത്ര പേരുണ്ടോ നമുക്ക് ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ഡാൻസ് കാണാൻ അവർക്ക് ഇഷ്ടമാണ്. മ്യൂസിക് പ്ലീസ്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഡാൻസ് വേണ്ടിട്ട് ബാഹുബലിക്ക് കൂടുതൽ ദേഷ്യം വന്നു. ഇനിയിപ്പോ എന്താ സംഭവിക്കുന്നത് എനിക്കറിയാൻ പാടില്ല. മത്സരം തുടങ്ങുന്നതിന് മുന്നേ ബാഹുബലി ബോയ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങൾ ഡാൻസ് കൊണ്ട് എന്തെങ്കിലും തോന്നിയെന്ന് വെച്ചാൽ അത് ഇനി അവർ പറയുന്നത് ഞാൻ ചോദിക്കണോ? അല്ല, അത് ഇനി അവർ പറയുന്നത് നിങ്ങൾ പോകുമ്പോഴേ അവർ പ്രകടിപ്പിക്കുള്ളൂ. നിങ്ങളോടുള്ള സ്നേഹം മൊത്തം പ്രകടിപ്പിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ചോളാം. അല്ല, അത് നമുക്ക് പോകുമ്പോൾ മനസ്സിലാവും. എന്താണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊന്നും ചെയ്യില്ല. ബാഹുബലി ബോയ്സ് ഡാൻസ് ഇഷ്ടപ്പെട്ടോ? ഡാൻസ് ഇഷ്ടപ്പെട്ടോ? ഡാൻസ് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ എനർജി തന്നെ അവർ ഡാൻസിന് പുറകെ ഉണ്ടാവും. സൂര്യ, എനിക്ക് തോന്നുന്നു ഇവർ ഇത്തിരി ഉറങ്ങി കിടക്കായിരുന്നു. ഈ ഡാൻസ് കളിച്ചപ്പോ അവര് 10 മടങ്ങ് ചാർജോട് തിരിച്ചു. നിങ്ങൾ ഡാൻസ് ചെയ്ത് അബദ്ധമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവരിന്ന് വോട്ടൊക്കെ ചെയ്തിട്ട് ക്ഷീണിച്ചിട്ട് ഉറങ്ങായിരുന്നു. ഡാൻസ് വെച്ച് എണിപ്പിച്ച്. അപ്പൊ ബോയിലെ സവാരിഗിരി മത്സരത്തിൽ ആദ്യം പോകുന്ന 2 ബക്കറ്റ് വെള്ളമായിട്ട് ആദ്യം പോകുന്നത് ജിസ്മിയാണ്. റെഡി? ഓൾ ദി ബെസ്റ്റ്. Your time starts now. 3, 2, 1, go. ബാഹുബലിയെ ഒന്ന് തളർത്തിക്കെടുത്തിക്കൊണ്ട് ആ സുന്ദരി ബക്കറ്റ് നിറച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ.
Ready? Your time starts now. 3, 2, 1, go. പുറത്തിറങ്ങരുത്. ആ ബക്കറ്റ് എടുത്തോ, വെള്ളമുണ്ട്, ബക്കറ്റ് എടുത്തോ, വെള്ളമുണ്ട്. ലക്ഷ്മി പ്രിയ, all the best. മനസ്സിലായല്ലോ ഗെയിം? Your time. Your time starts now. 3, 2, 1, go. Dismiss. All the best. Your time starts now. 3, 2, 1, go. Your time starts now. 3, 2, 1, go. Lakshmi Priya, your time starts now. 3, 2, 1, go. എങ്ങനെയുണ്ടായിരുന്നു ജിസ്മി എക്സ്പീരിയൻസ്? അയ്യോ ഒന്നും പറയാനില്ല, അടിപൊളിയാ. അടിപൊളിയാ. ഒന്നും പറയാൻ എങ്ങനെയുണ്ട്? പാടില്ല. നിങ്ങൾ ഡാൻസ് കളിച്ചു കൊടുത്തിട്ട് ഈ ബാഹുബലി ബോയ്സിനെ പറ്റി എന്താ പറയുന്നത്? ബാഹുബലിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇഷ്ടായി. ഇങ്ങനെ നിങ്ങളെ സ്നേഹിച്ചിങ്ങനെ പന്താടിയായിരുന്നു. നിങ്ങൾക്കുള്ള പ്രോത്സാഹനങ്ങൾ തന്നതാണ്. ഡാൻസ് കളിക്കാനുള്ള സ്റ്റെപ്പിന് കൂടുതൽ ആവേശം നിങ്ങൾ തന്നതാണ്. പറഞ്ഞിട്ടാണോ? അല്ലല്ലോ, ഞാനൊന്നും പറഞ്ഞില്ല. നിങ്ങൾ ഉറങ്ങിക്കിടന്ന ആൾക്കാരെ ഡാൻസ് കളിച്ച് എണീപ്പിച്ചതല്ലേ? വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അടുത്ത ആള് എങ്ങനെയുണ്ട്? പറയാൻ പറ്റില്ല. പറയാൻ വാക്കുകളില്ല. അതെ. ക്ഷീണാണ്. അടുത്ത ആള് ലക്ഷ്മി, പറയൂ. സംസാരിക്കാൻ പറ്റില്ല, വായൊക്കെ പോയി. വെള്ളം കുടിക്കുകയും ചെയ്തു അതിന്റെ ഇടയില്. വെള്ളമല്ല, അവരുടെ കൈയൊക്കെ എന്റെ മുഖത്ത് കയറി ഇടിച്ചു. കൈയല്ലാതെ നീ അങ്ങോട്ട് അടിച്ചത്. ഇപ്പൊ ഒന്നും മനസ്സിലായില്ല. അപ്പൊ എന്തായാലും സാഹസികത നിറഞ്ഞ ടീം എയുടെ മത്സരം ഇവിടെ കഴിഞ്ഞു. പക്ഷേ അവർ നിറച്ച വെള്ളത്തിനപ്പുറം ടീം ബി നിറയ്ക്കുമെന്നാണ് നമുക്ക് ചോദിക്കേണ്ടത്. പക്ഷേ അതിനു മുന്നേ ആയിട്ട് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ദിസ് ഈസ് ബോയിങ് ബോയിങ് co-powered by Damro ഫർണിച്ചർ. ഒരു ചെറിയ ഇടവേള. Yes, welcome back to the show. This is Boing Boing co-powered by Damro Furniture. അപ്പോ ഒന്നാമത്തെ ടീമിന്റെ അംഗം കഴിഞ്ഞു. ഇനി ടീം ബിയുടെ യുദ്ധത്തിലേക്ക്, യുദ്ധക്കളത്തിലേക്ക് ടീം ബിയെ ഇൻവൈറ്റ് ചെയ്യുന്നു. വെൽക്കം. Boys and girls, you're doing alright. We wanna freak out, have a good time. Ladies, come on, raise your hands. Show me where are all my friends. ടീം ബി. എന്തായാലും ടീം എയുടെ മത്സരം കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പോരാട്ട ഗെയിം സ്ട്രാറ്റജി എന്തെങ്കിലും ഉണ്ടോ? മനശ്രീയുടെ മനസ്സിൽ എന്താണുള്ളത്? മനശ്രീ പറയൂ.
ചവിട്ട് കൊടുത്തിട്ട് ഓടിപ്പോയി. ഒരു ചവിട്ട് കൊടുത്തിട്ട് അതായത് ബക്കറ്റിൽ വെള്ളം നിറയ്ക്കണ്ട, ഇവർക്ക് ഇട്ട് ഒരു ചവിട്ട് കൊടുക്കണം. അതാണ്. അത് മാത്രമേ ഉള്ളൂ ആഗ്രഹം. നമ്മളെ കാണിച്ചാല് ഇങ്ങനെ ദുഷ്ടത്തരം കാണിച്ചാൽ ഇങ്ങനെ ദുഷ്ടത്തിന് കാണിക്കാൻ പാടുണ്ടോ? ടീം എയുടെ ആ ഒരു ധാരണാവസ്ഥയിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് പ്രതിഷേധമാണ്, അതുകൊണ്ട് അവര് അറ്റാക്ക് ചെയ്യാനാണ്. അപ്പൊ ശരിക്കും ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ വെള്ളം നിറയ്ക്കത്തില്ല, ചവിട്ട് മാത്രമേ കൊടുക്കത്തുള്ളൂ? വെള്ളം ഫുള്ളായിട്ട് നിറയ്ക്കും. കൂടെ ഒരു തൊഴിയും കൂടെ. അറ്റാക്കിംഗ് മോഡിലാണ് Okay. നമ്മള്. അടുത്ത ആൾക്ക് എന്തെങ്കിലും പറയണ്ടോ? ഞങ്ങൾക്ക് ആകെ പറയാനുള്ളത് അല്ല, ഒരു കാര്യം പറയാം. വെയിറ്റ് കുറവുള്ള ആൾക്കാരാണ് ഞങ്ങൾ. പക്ഷേ ചവിട്ടുന്നതിന് കുറച്ച് മായം വേണം, അല്ലെങ്കിൽ മേളിലിരിക്കും. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സാധാരണ പല ആൾക്കാരും സ്നേഹത്തോടെ ബാഹുബലി ബോയ്സിനോട് പറഞ്ഞാൽ കേൾക്കും, സ്നേഹത്തോടെ എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കും. സ്നേഹമുള്ള ചേട്ടന്മാരെ ഞങ്ങളോട് സഹകരിക്കുക, ഞങ്ങളെ വിജയിപ്പിക്കുക. ബാഹുബലി ചേട്ടൻ വോട്ട് ചോദിക്കണ പോലെയാണ് അല്ലേ? ഓക്കെ, അപ്പൊ ടീം ബി ഉഷാറാണ്, മാസാണ്, പൊളിക്കും നമ്മൾ. മനശ്രീ, your time starts now. 3, 2, 1, go. മനശ്രീ ഇറങ്ങിപ്പോ, ചവിട്ട് വേണേ കൊടുത്തോ. ഇറങ്ങിപ്പോ. ബക്കറ്റ് എടുത്തിട്ട് പോ, ബക്കറ്റ് എടുത്തിട്ട് പോ. അതാ മനസ്സിൽ അറ്റാക്കിംഗ്, കംപ്ലീറ്റ് അറ്റാക്കാണ്, ഫുൾ അറ്റാക്കിംഗ് മോഡിലാണ്. മനശ്രീ ഒരു ചവിട്ടോട്, മനശ്രീ ഒരു ചവിട്ടോട്. മനശ്രീ യുദ്ധം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വെക്കോ, അങ്ങനെ വെക്കോ. നിമ്മി, your time starts now. 3, 2, 1, go. Very good, very good. Very good. വെള്ളമുണ്ട്, വെള്ളമുണ്ട്. Very good, very good, very good. Reshma, your time starts now. 3, 2, 1, go. Finish. Yeah! Very good, very good. Very good. Super. Very good, very good. ഇനി നമുക്ക് എന്ത് നോക്കാം, എന്ത് ചെയ്യാം. നീ നിന്റെ ഇഷ്ടം പോലെ നീ അവരെ കൊല്ലോ തല്ലോ എന്താ വെച്ചാ ചെയ്തോ. മനശ്രീ, your time starts now. 3, 2, 1, go. മനശ്രീ ബക്കറ്റ് വിടില്ലേ. Very good. Nimmi, again. Nimmi, your time starts now. 3, 2, 1, go. Good. ബക്കറ്റ് വിടില്ലേ. Good. Very good. Super. Massive. രേഷ്മ, നമുക്ക് ഒരു ബക്കറ്റ് കൂടി വാങ്ങണം. ആ ബക്കറ്റ് പോരാ, ഇനി ഒന്നും കൂടി വേണമെന്ന് പറയാനാക്കണം. രേഷ്മ, your time starts now. 3, 2, 1, go. Good try. Super. Awesome. Very good. അടിപൊളി. That's the spirit. അടിച്ച് പൊളിച്ച് തകർത്ത് നിങ്ങള്. Very good. ഓടി വാ. പറയൂ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ജയിച്ചപ്പോ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. Okay. കണ്ടോണ്ടിരുന്നപ്പോ വലിയ നല്ല എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ആയിരുന്നു. ഗെയിം പോയപ്പോ?
പോയപ്പോ എനിക്ക് തോന്നുന്നു അവർക്ക് ഞങ്ങൾ നടക്കണം മനസ്സിലായില്ല എന്ന് തോന്നുന്നു. കാരണം അവിടെ എത്തിയിട്ട് അറ്റാക്ക് വന്നു തുടങ്ങിയത്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ അവിടെ എത്തിയപ്പോഴും അവർ അറിഞ്ഞത്. അടുത്താള് ഞാൻ തുടങ്ങുമ്പോ തന്നെ എന്നെ ചവിട്ടാൻ അവർക്ക് നല്ല വെയിറ്റ് ഉണ്ട്. തിരിച്ച് 2 അടി കൊടുത്തോ? ഞാൻ നന്നായിട്ട് കൊടുത്തപ്പോ എന്താ ഫീൽ? സന്തോഷമായി. ബാഹുബലി ഇങ്ങനെ പോവാ, ഇങ്ങനെ പോണേ, അത്രയും നല്ല അടി കൊടുത്തിട്ടുണ്ട്. ഈ കരാട്ടെ പഠിച്ചിട്ടുള്ള ആളല്ലേ ഈ ബാഹുബലി ബോയ്സ് നേരിൽ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും? മൂക്കിന് ചവിട്ടുവോ? മുക്കി ചവിട്ടൊന്നും വേണ്ട, വയറ്റിട്ടൊരു ഒന്ന് കാണിച്ചേ. വെരി ഗുഡ്. എനിവേസ്, സാധാരണ സവാരിഗിരി മത്സരം കഴിയുമ്പോൾ ഞാൻ സൂരജ് അവിടെ പോയി മെഷർ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇന്ന് അതിന്റെ ഒരു ആവശ്യമില്ല. കാരണം പ്രേക്ഷകർക്ക് അറിയാം ബക്കറ്റ് ഡബിൾ മടങ്ങായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്തായാലും എനിവേസ് ടീം ബി നേടിയിരിക്കുന്ന 300 പോയിന്റ്സ് ആണ്. നല്ലൊരു കൈയ്യടി പ്ലീസ്. ആദ്യ ഗെയിം കഴിയുമ്പോൾ ടീം ബി ആണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. പക്ഷേ മത്സരങ്ങൾ ഇനിയുമുണ്ട്, അത് നിങ്ങൾ കാണുക. ചെറിയൊരു ഇടവേളയാണ്. ദിസ് ഈസ് ബോയിങ് പവർഡ് ബൈ ഡാമർ ഓഫ് ഫർണിച്ചർ. ഒരു ചെറിയ ഇടവേള. Yes, welcome back to the show. This is Boing powered by Damro Furniture. അങ്ങനെ ഒന്നാമത്തെ റൗണ്ട് കഴിഞ്ഞു. ആ റൗണ്ടിൽ ഞങ്ങൾ വിജയിച്ചു. ഇനി രണ്ടാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. രണ്ടാമത്തെ റൗണ്ടിന്റെ പേരാണ് പറക്കും തളിക. പറക്കും തളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ മുന്നിൽ ത്രെഡ്മിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരു പാത്ത് വേ കാണാം. ഇവിടെ 2 ബാസ്ക്കറ്റിലായിട്ട് ബോൾ അടുക്കിയിരിക്കുന്ന കാണാം. അവിടെ ഒരു ബാസ്ക്കറ്റ് തൂക്കിയിരിക്കുന്ന കാണാം. നിങ്ങളെല്ലാം സേഫ്റ്റി കിറ്റോടുകൂടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ടീം എ പോകുന്ന സമയത്ത് ഒരാൾ ബോൾ എടുത്തു കൊടുക്കാൻ നിൽക്കും, 2 പേര് ഓടാൻ നിൽക്കും. പക്ഷേ ആദ്യത്തെ ഒരാൾ ഓടി വീണതിന് ശേഷം മാത്രമേ അടുത്ത ആളിന് പങ്കെടുക്കാൻ സാധിക്കൂ. പിന്നെ ശ്രദ്ധിക്കണം, അവിടെ 2 റെഡ് മാർക്ക് കാണാം. അതായത് ഓടുന്ന ആൾക്കും കൊടുക്കുന്ന ആൾക്കും 2 റെഡ് മാർക്ക് കാണാം. ആ റെഡ് മാർക്ക് താണ്ടി പോകാൻ പാടില്ല. പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് അല്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടും. ഓരോ ബോൾ ഇടുന്നതിനും 50 പോയിന്റ് വീതം കിട്ടും. സോ അൾട്ടിമേറ്റ്ലി നമുക്ക് സമയത്തിനുള്ളിൽ എത്ര പോയിന്റ് വേണമെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന റൗണ്ടാണിത്. ഓക്കെ, ഒരിക്കലും ആ സൈഡിലുള്ള ഗ്ലാസ്സിൽ പിടിക്കാൻ പാടുള്ളതല്ല. ഓക്കെ, റെഡി? ടീം എക്ക് നിങ്ങളുടെ പൊസിഷനിൽ അവിടെ പോകാം. ടീം ബിക്ക് സീറ്റുകളിലേക്ക് പോകാം. ജിസ്മി, ത്രെഡ്മില്ലിൽ പോവാം. Your time starts now. 3, 2, 1, go. Very good. Super. ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. Very good. ഓടിവാ. Your time starts now. 3, 2, 1, go. മുന്നോട്ട്. പെട്ടെന്ന് വന്നിട്ട് അടുത്ത അവസരം കൊടുക്കാം. Your time starts now. 3, 2, 1, go. Yes, കിട്ടും. ടൈം പോണോ. Yes, your time starts now. 3, 2, 1, go. Order. പെട്ടെന്ന്. Your time starts now. 3, 2, 1, go. Very good. Super. Very good.
വാ. എ ടീം ഇവിടെ 6 ബോളാണ് ഇവര് ബാസ്കറ്റിൽ നിറച്ചത്. 300 points. വെരി ഗുഡ്. തിരിച്ച് പൊസിഷനിലേക്ക് വരാം. സൂപ്പർ. ജിസ്മിയുടെ ഒരു തേരോട്ടമാണ് ഇവിടെ കണ്ടത്. ടീം എയില് ഏറ്റവും ചുണക്കുട്ടി എന്ന് പറഞ്ഞ ജിസ്മിയാണ്. കാരണം ഏറ്റവും കൂടുതൽ എത്ര കാലറി ബേൺ ചെയ്തു? എത്ര ഓടി, എത്ര കിലോമീറ്റർ ഓടി? നല്ലപോലെ ചെയ്തിട്ടുണ്ട്. നല്ലപോലെ ബേൺ ചെയ്തിട്ടുണ്ട്. നല്ലത് ചെയ്തിട്ടുണ്ട്. എന്താ ഇയാള് ഓടാത്തത്? പേടിയാണ്. വെരി ഗുഡ്. പക്ഷെ ഫുൾ സപ്പോർട്ട് ജിസ്മിയുടെ വകയായിരുന്നു ടീം എക്ക്. നല്ലൊരു കൈയടി. അടുത്ത ആള് പറയൂ. ഒരു മിനിറ്റ് അവിടെ നല്ല നിന്നിട്ടില്ല. പേടിയുണ്ടായിരുന്നു. വീഴാനായി ജനിച്ച ബാലൻസ് കുട്ടി. ചെയ്യാൻ പറ്റില്ല. വീഴാനായി ജനിച്ച കുട്ടി. താഴെ വീഴാനല്ലേ എഴുന്നേക്കാൻ ഔ, പറ്റുള്ളൂ. എന്നിട്ട് എഴുന്നേക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. എങ്ങനെയുണ്ട് അടുത്ത ആള്? ജിസ്മി ഇങ്ങനെ ബറബറാ പോയിട്ട് ഇങ്ങനെ ബോൾ എടുക്കുമ്പോൾ ബോൾ എടുത്തു കൊടുക്കാനും കുറച്ച് ജോലി ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ ഒരു ബോൾ എടുക്കുന്നതിന്റെ ഇടയിൽ അവിടെ ഫ്രീ ആയി കഴിഞ്ഞു. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ എനിക്ക് ടാസ്ക് കൂടി. ടാസ്ക് കൂടി. വെരി ഗുഡ്. അപ്പോ Super. ഇനി മത്സരിക്കാൻ പോകുന്നത് ടീം ബി ആണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റിലേക്ക് പോകാം. ടീം ബിക്ക് ഇവിടെ വരാം. പറക്കും തളിയൽ മത്സരിക്കാൻ പോകുന്നത് നിമ്മിയാണ്. ബോൾ എടുത്തു കൊടുക്കാനായിട്ട് ടീം ബിയിൽ നിന്ന് മനസ്സിലേ. Your time starts now. 3, 2, 1, go. ഓടുവാ, തിരിച്ചു വാ. വെരി ഗുഡ്. ഗോ. Your time starts now. 3, 2, 1, go. ബോൾ മിസ് ചെയ്യരുത്. അത് പിടിക്കരുത്. അതില് പിടിക്കരുത്. ബോൾ മിസ് ചെയ്യരുത്. സൈഡിൽ പിടിക്കരുത്. രേഷ്മ സൈഡിൽ പിടിക്കരുത്. അത് തട്ടിക്കളയല്ലേ. ബോൾ വാങ്ങ്. Your time starts now. 3, 2, 1, go. ഓടുവാ. Your time starts now. 3, 2, 1, go. Good. കളയല്ലേ, ബോള് കളയല്ലേ. ഒന്നുകൂടി അതിൽ കിട്ടും. അടുത്തതിൽ കിട്ടും. Good. എന്താ ഇത്? ഒന്ന് എയിം ചെയ്. ജസ്റ്റ് എയിം ചെയ്.
ഡാമർ ഓഫ് ഫർണിച്ചർ പറക്കും തളിയ മത്സരം കഴിയുമ്പോൾ ടീം ബി 3 ബോളാണ് ബാസ്കറ്റിൽ ഇട്ടിരിക്കുന്നത്. അവർക്ക് കിട്ടുന്ന പോയിന്റ്സ് 150. നല്ലൊരു കൈയടി പ്ലീസ്. മനസ്സിൽ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വീഴുമെന്ന് തോന്നി. അടുത്ത ആള് പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല പേടിയുണ്ടായിരുന്നു. ട്രെഡ്മില്ലിൽ ഓടാറുണ്ടെങ്കിൽ ഇങ്ങനെ ഓടാൻ പറ്റണ്ടായിരുന്നില്ല. പിന്നെ ഇടണം എന്നൊരു വിചാരമായോണ്ട് ഗെയിം ചെയ്യാൻ പോലും സമയം ഉണ്ടായിരുന്നില്ല. അടുത്ത ആള്. എനിക്കത് ഒട്ടും ബാലൻസ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും 150 പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, നേരത്തെ 300 ഞാൻ തൽക്കാലം ശ്രമിച്ചു. ഇല്ലെങ്കിൽ എന്റെ പെരുമാറ്റം ഇങ്ങനെ ആയിരിക്കില്ല. അപ്പൊ പറക്കും തളിയ മത്സരം കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ആര് ജയിച്ചെന്ന് അറിയണ്ടേ? നമുക്ക് എ ടീമിനെ കൂടെ ഇങ്ങോട്ട് ക്ഷണിക്കാം. പ്ലീസ് കം. അപ്പൊ പറക്കും തളിക പറന്നിറങ്ങിയപ്പോ ടീം ബി നേടിയത് 150 പോയിന്റ്സ്, ടീം എ നേടിക്കുന്ന 300 പോയിന്റ്സ്. പക്ഷേ ഞങ്ങൾക്ക് ഇത് ആഘോഷിക്കാൻ വേണ്ടിട്ട് മുരുക ഒരു മ്യൂസിക് തരുമോ? അപ്പോ ടീം എയുടെ ആഘോഷങ്ങൾ തുടരട്ടെ. നിങ്ങൾ അടിച്ചു പൊളിച്ച് ആഘോഷിക്കൂ. അടുത്ത റൗണ്ട് മാസ്റ്റീവ് റൗണ്ട് താമരശ്ശേരി ചുരം വരാനിരിക്കുന്നു. This is Boing Boing co-powered by Damer of Furniture. Have a short break. Yes, welcome back to the show. This is Boing Boing co-powered by Damer of Furniture. ബോയിങ് ബോയിലെ അടുത്ത മത്സരമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന മത്സരം, ഏറ്റവും എൻജോയ് ചെയ്യുന്ന മത്സരം, താമരശ്ശേരി ചുരം. നമ്മള് താമരശ്ശേരി ചുരന്ന്. ടീം എ റെഡിയാണോ? ടീം ബി എല്ലാവർക്കും അവരുടെ പൊസിഷനിലേക്ക് പോകാം. ടീം എയും ടീം ബിയും താമരശ്ശേരി ചുരം കയറാനായിട്ട് തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഒരുമിച്ച് ബോൾ എടുക്കാം. Your time starts now. 3, 2, 1, go. Very good, very good. Good job. Very good job, team A. Very good job. ബോൾ കവർ ചെയ്യാ, ബോൾ കവർ ചെയ്യാ, പരിശ്രമി ബോൾ കവർ ചെയ്യാ. Very good job, team A. Nimmi, good job. Yes, good job. Nimmi, good job. മനുഷ്യനെ കേറിയേ പറ്റുള്ളൂ, നമ്മുടെ ബാക്കിലായി.
പോയിക്കോ മനസ്സിൽ പോ. 3 minutes only. രണ്ടുപേരും പോ. ബോള് മനസ്സിൽ ബോള്. രേഷ്മ ആ ബോൾ സേഫ് ആയി വെക്ക്. കാർത്തി ഡോണ്ട് ഡിസ്റ്റർബ്. വീഴ്. താമരശ്ശേരി ചുരം അങ്ങനെ ടീം എയുടെ ചുണക്കുട്ടികൾ 3 പേര് കീഴ്പ്പെടുത്തി ടീം ബിയിൽ നിന്ന് 2 പേര് കീഴ്പ്പെടുത്തി. ഇനി നമ്മൾ ഒരുമിച്ച് താമരശ്ശേരി ചുരം ഇറങ്ങാനുള്ള സമയമാണ്. ഇറങ്ങിക്കോളൂ മക്കളെ. ആവേശവും സാഹസികതയും നിറഞ്ഞിട്ടുള്ള മത്സരത്തിന് പൂർണ്ണ വിരാമം ഇടാനുള്ള സമയമാണ്. അതിനു മുന്നേ നമുക്ക് ഇവരുടെ എക്സ്പീരിയൻസ് ചോദിക്കണ്ടേ? പറയോ എങ്ങനെയുണ്ടായിരുന്നു ജിസ്മി? അടിപൊളിയായിരുന്നു. സത്യം സൂപ്പർ. ടി വി കാണുമ്പോ എന്താ പറയാ ഭയങ്കര ചിരിച്ചു കളിച്ച അതങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഫ്ലോറിൽ ഇറങ്ങിയപ്പോ ഇല്ലേ. ഓക്കെ, അടുത്ത ആള് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും കളിക്കാൻ തോന്നുന്നു. നല്ല പേടിയുണ്ടായിരുന്നു. ശേഷം കളിച്ചോണ്ടിരുന്നു. ഓക്കെ, അടുത്ത ആള്. ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ടി വിയിൽ കാണുമ്പോ ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഈ ഒരു സെഗ്മെന്റ് ആയിരുന്നു. ടീം ബി എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ആദ്യം എനിക്ക് നല്ല പേടിയായിരുന്നു, പക്ഷെ പിന്നെ ആയപ്പോ അവരുടെ മുഖത്തേക്ക് പോലും നോക്കാതെ കേറിപ്പോയില്ല. ഇപ്പൊ പേടിയുണ്ട്, വെറയുണ്ട്. മനസ്സിലെങ്ങനെയുണ്ട്? താമരശ്ശേരി ചുരം കേറാൻ പറ്റിയില്ല എങ്കിലും എങ്ങനെയുണ്ട്? മത്സരം ഇവിടെ അവസാനിച്ചു. ഇവരുടെ അനുഭവങ്ങളെല്ലാം നമ്മൾ കേട്ടു. ഇനി നമുക്ക് അറിയേണ്ടത് മാർക്കാണ്. ടീം എ ആദ്യത്തെ മത്സരം സവാരിഗിരി കഴിയുമ്പോൾ ടീം എ 0 പോയിന്റ്സ്, പക്ഷെ ടീം ബി 300 പോയിന്റ്സ്. അടുത്ത മത്സരം പറക്കം തളിയ മത്സരം കഴിയുമ്പോൾ ടീം എ നേടിക്കുന്നത് 300 പോയിന്റ്സ് ആണ്. ടീം ബി 150 പോയിന്റ്സ്. 150. മത്സരത്തിന്റെ അവസാനം താമരശ്ശേരി ചുരം ടീം എ 3 പേരും കീഴ്പ്പെടുത്തി 600 പോയിന്റ്സ് നേടിയിരിക്കുന്നു ടീം ബി. അവിടെയാണ് ഒരു പടി കിട്ടിയത്. 400 പോയിന്റ്സ്. ടോട്ടലി നോക്കുമ്പോൾ ജസ്റ്റ് ഒരു 50 പോയിന്റ് വ്യത്യാസം. ടീം എ 900 പോയിന്റ്സോടുകൂടി വിജയിച്ചിരിക്കുന്നു. ടീം ബി 850 പോയിന്റ്. ഇതൊരു പരാജയമല്ല. ഡോണ്ട് വറി. ടീം ബിക്ക് നല്ലൊരു കൈയടി. ഒരു ബോൾ നമ്മൾ എക്സ്ട്രാ ഇട്ടിരുന്നെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ വയ്യ. ഇനി മത്സരത്തിന്റെ അവസാനം നമ്മുടെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ആരാണെന്ന് അറിയണ്ടേ? ബോയിന്റെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഗോസ് ടു ജിസ്മി. കൺഗ്രാറ്റുലേഷൻസ്. ജിസ്മിക്ക് കിട്ടുന്നത് സെബ്രോണിക്സ് ഇന്ത്യസ് ലാർജസ്റ്റ് മൾട്ടിമീഡിയ സ്പീക്കർ നൽകുന്ന ഒരു LED TV. കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ ദിനം, ഇനിയിപ്പോ റിസൾട്ടിന് വേണ്ടിയുള്ള പൂരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ ദിനം. ഇന്നത്തെ ഈ പൂരം ബോയിങ് പൂരം ഇവിടെ അവസാനിക്കുന്നു. സൈനിങ് ഓഫ് സൂരജ്. സൈനിങ് ഓഫ് ദീപൻ മുരളി. ശുഭരാത്രി, ശുഭനിദ്ര. ഗുഡ് നൈറ്റ്.